ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ഇടക്കാല ഉത്തരവ് വൈകിട്ട് ഹൈക്കോടതി ദേവസ്വം ബെഞ്ചാണ് വിധി പറയുക. SIT തലവൻ S. ശശിധരൻ ഇന്ന് കോടതിയിൽ ഹാജരായി. ലാൽകൃഷ്ണ കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായുണ്ട്. ലാൽകൃഷ്ണ, ഈ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ഇടക്കാല ഉത്തരവ് ഇന്ന് വൈകിട്ട് വരാനിരിക്കുന്നു. ദേവസ്വം ബെഞ്ച് വിധി പറയാനിരിക്കുകയാണ്. കോടതിയിൽ SIT തലവൻ ഹാജരായിട്ടുണ്ട്. എന്താണ് മറ്റ് വിവരങ്ങൾ? കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് സ്വർണ്ണപ്പാളികളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ശാസ്ത്രീയ പരിശോധനാ ഫലമായിരുന്നു. നിലവിൽ ജംഷഡ്പൂരിലുള്ള നാഷണൽ ടെസ്റ്റിംഗ് ലാബിലാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള 36 ഭാഗങ്ങൾ പരിശോധനയ്ക്കായിട്ട് സാമ്പിളുകൾ പരിശോധനയ്ക്കായി അയച്ചിരുന്നത്. ഇതിൻ്റെ ഫലമടക്കമുള്ള കാര്യങ്ങൾ കോടതിയെ സമർപ്പിച്ചുകൊണ്ടാണ് SIT നിലവിൽ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിർണായക വിവരങ്ങൾ കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ളത്. കേസിൽ ദ്വാരപാലക ശില്പത്തോടൊപ്പം കട്ടളപ്പാളി അടക്കമുള്ള കാര്യങ്ങളിൽ എത്രത്തോളം കളവ് നടന്നിട്ടുണ്ട്, അതിൽ എത്രത്തോളം തിരിമറി നടന്നിട്ടുണ്ട് എന്ന കാര്യങ്ങൾ ശാസ്ത്രീയമായി തെളിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇതിൻ്റെ ശാസ്ത്രീയ പരിശോധനാ ഫലം അടക്കമുള്ള കാര്യങ്ങളെ ആശ്രയിച്ചത്. ഇതോടൊപ്പം തന്നെ കേസിൽ പല പ്രതികളും ഇപ്പോൾ തന്നെ ജാമ്യത്തിൽ നിൽക്കുന്നത് അന്വേഷണത്തെ സാരമായി ബാധിച്ചിട്ടുണ്ട് എന്ന കാര്യമടക്കം കോടതിയെ ബോധിപ്പിച്ചു. കേസിൽ പ്രധാന പ്രതിയായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ട് ക്ഷേത്രം തന്ത്രിയായിട്ടുള്ള കണ്ഠരര് മഹേശ്വർ അടക്കമുള്ള ആളുകൾക്ക് അടുത്ത ബന്ധമുണ്ടെന്നും അദ്ദേഹത്തെ വ്യക്തിയെ കാണാൻ കഴിയുന്നു, അദ്ദേഹത്തിൻ്റെ ജാമ്യം റദ്ദാക്കണം അടക്കമുള്ള ആവശ്യങ്ങളും കോടതിയെ ധരിപ്പിച്ചതാണ്. കോടതി സ്വമേധയാ എടുത്ത കേസ് തന്നെയാണ് ഇത്. അതുകൊണ്ട് തന്നെ ശാസ്ത്രീയ പരിശോധനാ ഫലം വരുന്നതുവരെ സാവകാശം അടക്കമുള്ള കാര്യങ്ങൾ നൽകിയിരുന്നു. ഈ കേസിലാണ് ഇപ്പോൾ ഇടക്കാല ഉത്തരവ് ഉച്ച കഴിഞ്ഞുണ്ടാകും എന്ന കാര്യം കൂടി കോടതി അറിയിച്ചിരിക്കുന്നത്. വളരെ അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളവും കേരള രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളവും വളരെ നിർണായകമായൊരു നീക്കത്തിലേക്കാണ് നിലവിൽ ഈ റിപ്പോർട്ടും അതിനടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള കോടതിയുടെ ഇടക്കാല ഉത്തരവും വരാൻ പോകുന്നു. ശരി, ഏതായാലും ഈ ഇടക്കാല ഉത്തരവ് ഇന്ന് വൈകിട്ട് ഉച്ച കഴിഞ്ഞ് വരാൻ പോകുന്നു. വലിയ വിവാദമുണ്ടായ ഈ വിഷയത്തിൽ, രാഷ്ട്രീയ പ്രാധാന്യമുള്ള വിഷയത്തിൽ അന്വേഷണ സംഘത്തെ സംബന്ധിച്ചും കേരള രാഷ്ട്രീയ രംഗത്തുള്ളവരെ സംബന്ധിച്ചും വളരെ പ്രധാനപ്പെട്ട ഉത്തരവാണ് ഇന്ന് വരാനിരിക്കുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ അന്വേഷണവുമായി ബന്ധപ്പെട്ട് ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.